ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന സ്റ്റേജ് 3 പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 ലാബ് അസിസ്റ്റൻ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് വേണ്ടി 2023 നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പരിശോധിക്കാം. 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം, വേഗം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? 1. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, കേരള സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, 3 അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? 1 തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിത്രത്തിൽ പരാജയപ്പെടുത്തി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായ ഓപ്ഷൻസ്. 1 മാത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്. തെറ്റായ ഓപ്ഷൻ 1 മാത്രം അല്ലേ? ഇതാണ്. നെക്സ്റ്റ് 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി എന്നുള്ളതും 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിത്രത്തിൽ പരാജയപ്പെടുത്തിയുള്ളതും ശരിയായ ഓപ്ഷൻസാണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് എന്ത് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? സ്റ്റേജ് 2വിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാടകം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൃതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിൻ്റെ എല്ലാം ചോദിച്ചു. പിന്നെ ആരുടെയായിരുന്നു? ആരുടെ നാടകമായിരുന്നു? VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകമായിരുന്നു ചോദിച്ചിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. നെക്സ്റ്റ് വൺ. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളും അവരുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലകൻ, യങ് ഇന്ത്യ ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായ ഓപ്ഷൻസ്. 1ഉം 3ഉമാണ് ശരിയായ ഓപ്ഷൻസ്. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 3ാമത്തതാണ് തെറ്റായ ഓപ്ഷൻസ്. 3ാമത്തെ തെറ്റായ ഓപ്ഷൻസാണ്. ഓക്കെ, 15 നോക്കാം നമുക്ക്. എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത് ലൂയി 15 ഞാൻ രാഷ്ട്രം എന്ന് പറഞ്ഞ ആരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം 15 എനിക്ക് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ 14 അല്ലേ? ഞാനാണെന്ന് പറഞ്ഞത് 14 ഞാനാണ് എന്ന് പറഞ്ഞ ആരാണ്? 14 പ്രളയം എന്ന് പറഞ്ഞത് എന്താണ്? 15 ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് വൺ. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ചൈന. നെക്സ്റ്റ്. ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ആൻസർ ഇൽമനൈറ്റ് ആണ്. നെക്സ്റ്റ് വൺ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം അല്ലെങ്കിൽ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? ആൻസർ എന്താണ്? സെപ്റ്റംബറിലാണ് സാധിക്കുക. സെപ്റ്റംബർ മാസം. നെക്സ്റ്റ് വൺ. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം എന്നുള്ളത്? ആൻസർ എന്താണ്? ഉത്തരാഖണ്ഡിൻ്റെ പുഷ്പമാണ് ബ്രഹ്മകമലം. ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ്. എന്താണത്? ആൻസർ ഹൈവേ ആണ്. സുവർണ ചതുഷ്കോണം. നെക്സ്റ്റ് വൺ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആന്ധ്രാപ്രദേശാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രാപ്രദേശാണ്. നെക്സ്റ്റ് വൺ. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ PSLV റോക്കറ്റാണ്. ആദിത്യ L1 PSLV റോക്കറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴ്ത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ഒന്നാമത്തെ, ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. രണ്ടാമത്തത് 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. നാലാമത്തത്, സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്, അല്ലേ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തത് 50 സ്ഥാപിച്ചു നമുക്കറിയാം. 51 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു നമുക്കറിയാം. നെക്സ്റ്റ്, സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണെന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവം ബന്ധമില്ലാത്തത് എന്താണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മാർക്ക് ചെയ്യേണ്ട ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതിൻ്റെ ബന്ധമുള്ള അല്ലെങ്കിൽ ഹരിത വിപ്ലവ ബന്ധമുള്ള പ്രസ്താവന നമുക്ക് വായിച്ചു നോക്കാം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്, അല്ലേ? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഓക്കെ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിച്ചു. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, അല്ലേ? ബന്ധമില്ലാത്തത് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ബി ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അറിയാവുന്ന ഓപ്ഷൻസ് മൂന്നെണ്ണം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ, G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴ്ത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ ആണ്. എല്ലാം ശരിയായ ഓപ്ഷൻസ്. അതായത് G20 ബന്ധപ്പെട്ടിട്ട് എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഒന്ന് നോക്കാം. 1, G20 ന്യൂഡൽഹി വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ ആയിരുന്നു. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു ഏത്? G20 2023 എന്നുള്ളത്. ഓക്കെ, ന്യൂഡൽഹി വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യം, അല്ലേ? അതാണ് എൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു G20 2023. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ കന്യാകുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം എന്നാണ്? ഇന്ത്യയിൽ ആൻസർ 1881 ഇന്ത്യയിൽ കന്യാകുമാരി അല്ലെങ്കിൽ സെൻസസ് തുടങ്ങിയ വർഷം. നെക്സ്റ്റ്, ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST എന്നാൽ എന്താണ്? GST എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, പരോക്ഷ നികുതി മാത്രമാണ് GST. ഓപ്ഷൻ ഡി, പരോക്ഷ നികുതി മാത്രമാണ് GST. ചരക്ക് സേവന നികുതി ഒരു പരോക്ഷ നികുതിയാണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. റോവിംഗ്, ചെസ്, ആൻഡ് ഗോൾഫ്. നെക്സ്റ്റ്, 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ 46 അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ എന്ത് കമ്മിറ്റി വന്നിരുന്നു? ക്യാബിനറ്റ് മിഷൻ നമുക്കറിയാം, അല്ലേ? ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഓർത്ത് വെച്ചാൽ മതി. 46 എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ ക്യാബിനറ്റ് മിഷൻ്റെ അടുപ്പിച്ചുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് കിട്ടും. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം എന്താണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഗ്രന്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അല്ലേ? ബി ആണ്, ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ സ്റ്റേജ് 2 ചോദിച്ചിട്ടേ ഉള്ളൂ, അല്ലേ? അബ്ദുൽ കലാം ആസാദിൻ്റെ ഇന്ത്യ വിൻസ് ഫ്രീഡമാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണ്? 1, 3, 4 ആണ് പറഞ്ഞേക്കുക, അല്ലേ? എന്താണ് എടുക്കുന്നത് നമുക്ക് വേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ഒന്നാമത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്തത്, മൂന്നാമത്തത്, ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളും ആശയങ്ങളും ഇതിൽ
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 4-ാമത്തത് നയരൂപീകരണത്തിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ്. ഒന്നുകൂടി ഇന്ത്യ ഒരു ക്ഷമരാഷ്ട്രമായി മാറ്റുക എന്ന ലക്ഷ്യമാണ്. നെക്സ്റ്റ് വൺ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശതത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, വിവരാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നോക്കിയേക്കാം. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയെന്നാണ് എൻ്റെ ഉത്തരം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്താണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുണ്ട്. 3-ാമത്തത് സംസ്ഥാന നിയമസഭ കൗൺസിൽ തിരഞ്ഞെടുപ്പ്. 4-ാമത്തത് രാജ്യസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ് വൺ, പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. നെക്സ്റ്റ് അല്ലേ, ഇപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സ്റ്റേജ് 2-ന്. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, സ്നേഹ സ്വാന്തനം. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചടങ്ങിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 3 തെറ്റ്. പ്രസ്താവന 3 തെറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ാമത്തെ പ്രസ്താവനയാണ് തെറ്റായി വരിക. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? എ ഷാജഹാൻ. 7ാമത്തെ ആളാണ് എ ഷാജഹാൻ. നെക്സ്റ്റ് വൺ, എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക തണ്ണീർത്തട ദിനം ഏത് ദിവസം ആണ് ചോദിച്ചാൽ ആൻസർ ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ആണ്. തണ്ണീർത്തടം 2 ആണ്. ഫെബ്രുവരി 2 ആണ് തണ്ണീർത്തട ദിനം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. 3-ാമത്തത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കണ്ണൂർ. ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. നെക്സ്റ്റ് വൺ, സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്തത്, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്സിറ്റോസിൻ. നെക്സ്റ്റ് ഇവിടെ വാസപ്രസിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു, അറിയാമല്ലോ, അത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, കർണ്ണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കർണ്ണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണ്ണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന പാളി. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യകർണം, മധ്യകർണത്തിലാണ് യൂസ്റ്റേഷ്യൻ നാളി സ്ഥിതി ചെയ്യപ്പെടുക. നെക്സ്റ്റ് വൺ,
IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ശരിയാണ്. IUCN എന്ന് പറയുമ്പോൾ ജൈവവൈവിധ്യ സംരക്ഷണമാണ് ലക്ഷ്യം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ, ചുവന്ന ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ അല്ലെങ്കിൽ ജന്തുക്കളെ, ജീവജാലങ്ങളെ ഉൾപ്പെടുത്തിയ ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുക. നെക്സ്റ്റ്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തയ്യാറാക്കുന്ന രോഗം ഏതാണ് അതിനകത്ത്? ഓപ്ഷൻ സി എയ്ഡ്സ് ആണ്. ലിംഫോസൈറ്റുകളെ കൂടി ബാധിച്ചിട്ട് WBC ലിംഫോസൈറ്റിനെയാണ് ഏകദേശം അത് ബാധിക്കുക. അപ്പോൾ അതിൻ്റെ രോഗപ്രതിരോധ ശേഷി എപ്പോഴും തകരാറില്ല. അങ്ങനെ പല പല അസുഖങ്ങൾ വന്നിട്ടാണ് എയ്ഡ്സിലേക്ക് ലാസ്റ്റിൽ എല്ലാ അസുഖങ്ങളും കൂടിയാണ് ക്രോഡീകരിക്കുക. അപ്പോൾ പ്രതിരോധശേഷിയാണ് തകരാറിലാക്കുന്ന പറയുമ്പോൾ ലിംഫോസൈറ്റ്സ് ആണ്. WBCയിലുള്ള ലിംഫോസൈറ്റ്സിനെ പ്രധാനമായിട്ടും അത് ബാധിക്കുക. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പശ്ചിമ ബംഗാളാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാ? സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, ഹീമോഫീലിയ, ഡിഫ്തീരിയ, സിലിക്കോസ് ഉണ്ട്. ഇതിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും അല്ലേ? ഇത് രണ്ടും എന്താണ്? ജന്യ രോഗങ്ങളാണ്. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ അല്ലേ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എന്താണ്? അരിവാൾ രോഗം അല്ലേ? അതായത് ഇതിൻ്റെ സിക്കിൾ ഷേപ്ഡ് അതിൻ്റെ HB മാറുന്നു, അതാണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണിത് ഹീമോഫീലിയ. നെക്സ്റ്റ് വൺ, ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുക? ആൻസർ എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ശരീരത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുക അല്ലേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അവിടെ സൊമാറ്റോട്രോപ്പിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നീളം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ്, വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ചൈന. നെക്സ്റ്റ് വൺ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി 10 ആയിരിക്കും. ഇനി തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4:1. നെക്സ്റ്റ് വൺ, ജലം അണുമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങളാണ് ഉപയോഗിക്കുക. അൾട്രാവയലറ്റ് തരംഗങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടി മാത്രമാണ്? ആൻസർ ഓപ്ഷൻ സി 14 ഭൗമദിനങ്ങൾക്ക് വേണ്ടിയാണ്. നെക്സ്റ്റ് വൺ, ഏത് മേഖലയിലെ പഠനവും ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്. നെക്സ്റ്റ് വൺ, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ് നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണുള്ളത്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഓപ്ഷൻ സി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കപ്പോൾ ദ്രാവകമാക്കി മാറ്റാൻ കഴിയും. നെക്സ്റ്റ്, തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാനുള്ള ഉപയോഗിക്കുന്ന അക്വാ റീജിയയിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, HCl ഉം HNO3. അക്വാ റീജിയയിൽ HCl ആൻഡ് HNO3 നൈട്രിക് ആസിഡ്. ഓക്കെ, അടുത്തത്, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. ഒരു ഏകാത്മക മിശ്രിതമാണ്. അടുത്ത് ഒരേപോലെ ടേസ്റ്റ് ആയിരിക്കും.
ഏകാത്മക മിശ്രിതമാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ സംഭാവനയ്ക്കാണ്? ആൻസർ ക്വാണ്ടം ഡോട്ടുകൾ. സാധാരണ ഉപയോഗിക്കുന്ന സിമെൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏതാണ്? CaO, കാൽസ്യം ഓക്സൈഡ്, CaO. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ആൻസർ ഹർമൻപ്രീത് കൗർ. നെക്സ്റ്റ് വൺ, ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമ ഒരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ് ഇത്? ആൻസർ എന്താണ് അതിൻ്റെ? PP രാമചന്ദ്രൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയെ ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വാഹന സുരക്ഷാ പദ്ധതി. ആൻസർ BNCAP. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ സ്റ്റേജ് 2 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യന് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളത് പഠിച്ചു വെക്കണമായിരുന്നു. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ 1ഉം 2ഉം 3ഉം ശരിയാണ്. CV രാമൻപിള്ള പീറ്റർ സ്കോട്ട്, MD വാസുദേവൻ നായർ ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. CV രാമൻപിള്ള പീറ്റർ സ്കോട്ട്, MD വാസുദേവൻ നായർ ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കി. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. 1, 2, 3 ശരിയാണ്. അടുത്തത്, കഥകളി വിജ്ഞാനകോശം രചിച്ചതാരാണ്? അയമനം കൃഷ്ണ കൈമളാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2000 ഒക്ടോബർ 17 നെക്സ്റ്റ്, ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് മൂല്യവത്തായ ബ്രാൻഡ് എന്ന് പറയുന്നത്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരായിരുന്നു? ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ, അധികാരികൾ കരുതുമ്പോൾ. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം. നെക്സ്റ്റ്, 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? ഓപ്ഷൻ സി ആണ്. കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഗാർഹിക പീഡനം നിർണ്ണയിക്കപ്പെടുക. നെക്സ്റ്റ്, മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിൽ ആണ്? ഓപ്ഷൻ ഡി ആണ്. മുതിർന്ന പൗരൻ്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ മുതിർന്ന പൗരനെ തൻ്റെ നിലനിർത്താൻ അവർ ബാധ്യസ്ഥനാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 3 വർഷത്തിൽ കൂടാത്ത തടവ്. നെക്സ്റ്റ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 32. താഴെ പറയുന്നതിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ? ഓപ്ഷൻ എ ആണ് ജയന്തി പട്നായിക്. x - y 5, x² - y 55 ആയാൽ വൈയുടെ വില എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 3 ആണ്.
ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്റർ ആയാൽ ചുറ്റളവ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 3.41. നെക്സ്റ്റ് 40 പേർ ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കാൻ ആകും. ഇതേ ജോലി ഒരാൾ ഒരു ദിവസം 10 മണിക്കൂർ ചെയ്ത 16 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരെ ഒഴിവാക്കണം? ആൻസർ ഓപ്ഷൻ സി. കറക്റ്റ് ആൻസർ അല്ല വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ഒരു സംഖ്യ അതിൻ്റെ 3/5 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 50 ആയാൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുരളി 25 കിലോമീറ്റർ തെക്കോട്ട് നടക്കുന്നു. പിന്നീട് അയാളുടെ വലതുവശത്തേക്ക് തിരിഞ്ഞ് 30 കിലോമീറ്റർ പോയി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ പോകുന്നു. അവസാനം ഒന്നും കൂടി ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോകുന്നു. പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് മുരളി എത്ര ദൂരം അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ആൻസർ വരുന്നത്, ഇതിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റില്ല, 40 കിട്ടുന്നത്, കറക്റ്റില്ല. ഇതേ മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആണിപ്പോൾ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഇവിടെ ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ബുഷ്മിനും ട്വാറക്കുമാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാസ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടി നെൽക്കുമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. സംഘകാല കൃതി ഏതാണ്? സംഘകാല കൃതി പുറനാനൂറ്. നെക്സ്റ്റ് വൺ, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതെല്ലാമാണ്? മൂലധനം. നെക്സ്റ്റ് 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ കീലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽ നക്ഷത്രം ഏതായിരുന്നു? ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 82:30 ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ ഡി 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ നിക്ഷേപണ ഭൂരൂപം ഏതാണ്? ഓപ്ഷൻ ബി കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പഞ്ചസാര വ്യവസായം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ വസ്തുത ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. നെക്സ്റ്റ് വൺ, ഏത് വർഷമാണ് ഇന്ത്യൻ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഓപ്ഷൻ ബി 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986 നെക്സ്റ്റ് വൺ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ രമാബായ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നെക്സ്റ്റ്, നാഗന്മാർ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗൈഡ് ലിയോ. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ
ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസ്സാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വിക് സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ ആണ്? വിനോബ ഭാവെ. വ്യക്തി വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫലി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ 24 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ 38,863 കിലോമീറ്റർ. ചാക്കിമി. കിഴക്കൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഏറ്റവും വലിയ കായൽ എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ പ്രിലിംസ് 2-നുണ്ടായിരുന്നു അല്ലേ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിൽ വ്യാപിച്ചെടുക്കുന്നു വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയ ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. 2695 മീറ്റർ. 2695. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 14. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ജൂൺ, സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം? 1994 വർഷം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്ന് പറയുമ്പോൾ അത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് നാശത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി, കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപസത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച് ആയിരുന്നു? പയ്യന്നൂർ. 1904 അസ്തർക്ക് വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1904 അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? കയ്യൂർ സമരം 1941 മാർച്ച് 28. നെക്സ്റ്റ് വൺ, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? AKG ഗോപാലൻ. AKG. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. എടുത്തു കളഞ്ഞില്ലേ? 44 വഴി എടുത്തു കളഞ്ഞു അതല്ലേ? നെക്സ്റ്റ് വൺ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര് ആണ്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ്, ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ സി, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നവ ആണ് ശരിയല്ലാത്തത്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതാണ് ശരിയല്ലാത്തത്. പൊതുമുതൽ സംരക്ഷിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പൗരാവകാശം സംരക്ഷിക്കാനും ആർക്ക് കടമയുണ്ട്? ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന. പൊതുമുതലും പരിസ്ഥിതി സംരക്ഷിക്കുക, പൗരാവകാശം സംരക്ഷിക്കുക എന്നൊക്കെ എന്താണ്? ഇന്ത്യൻ പൗരൻ്റെ മൗലിക കടമയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്?
വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? അറിയാം, ആൻസർ ആനന്ദമഠം. ഇതിപ്പോൾ ചോദിച്ചിട്ടേ ഉള്ളൂ അല്ലേ, പ്രിലിംസ് 2. മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, 16-ാം വകുപ്പ്. അപ്പോൾ ഈ ക്വസ്റ്റിനും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അതായത് അതുപോലെ ഇങ്ങനെ കോളം വന്നിട്ട് കുറേ നിയമങ്ങൾ അല്ലേ, ഇവിടെ വകുപ്പ് വന്നിട്ടുണ്ട്, അവസര സമത്വം എന്നുള്ള ഇവിടെ ഇട്ടുണ്ട്, അല്ലെ ഇവിടെ വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5 ഉണ്ടായിരുന്നു. ആ മൗലികാവകാശങ്ങളിൽ വരുന്ന ആ സംഭവം അത്രയും അങ്ങോട്ട് ഇങ്ങനെ കോപ്പി റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ഏതായിരുന്നു? ഓപ്ഷൻ സി 16-ാം വകുപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ ബി 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷ രചിക്കപ്പെട്ടു? ജനഗണമന ഏതാണ്? ബംഗാളി ഭാഷ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശ ബന്ധപ്പെട്ട പ്രസ്താവന കണ്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ 2ഉം 4ഉം ശരിയായതാണ്. 2ഉം 4ഉം എന്താണ്? ശരിയായതാണ്. 2ഉം 4ഉം ശരിയാണ്. 2ാമത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. 4ാമത്തെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ് കേട്ടോ. അപ്പോൾ അത്രയും മൗലികാവകാശങ്ങളെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പ്രസ്താവന രീതി കാണുമ്പോൾ അത് വായിച്ചിരിക്കും, സമയം പോകുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ എക്സാമിന് കുറച്ച് പേർക്ക് സമയം കിട്ടില്ല. കാരണം എന്താണ്? പ്രസ്താവന രീതിയിൽ ഇങ്ങനെ വായിച്ചിരിക്കും, റോങ് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. സോ അപ്പോൾ എന്ത് ചെയ്യണം? അതൊന്ന് സ്കിപ്പ് ചെയ്ത് വെച്ചിട്ട് മറ്റ് സിമ്പിളായ ആൻസറിലേക്ക് കടന്നതിന് ശേഷം പിന്നെ അതിനെ പോയി ടച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി. അസ്കോർബിക് അമ്ലം ജീവകം സി. ജീവകം എ ഒക്കെ നമുക്ക് അറിയാമല്ലേ, ജീവകം എ റെറ്റിനോൾ എന്നൊക്കെ പറയും. നെക്സ്റ്റ്, കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസ്. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ്. തടഞ്ഞിരിക്കുന്നവയിൽ സങ്കരീനം പച്ചമുളക് ഏതാണ്? ഉജ്ജ്വല. ചണച്ചിട്ടയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ട്. കേരളത്തിനകത്ത് റിസർവ് വനം ഏതാണ്? കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാതാവ് മേധ പട്കർ. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്തായിരുന്നു? അമോണിയം ക്ലോറൈഡ്. അതേപോലെ ഒരു സംഭവം ടൈറ്റാനിയം ഓക്സൈഡ്, ടൈറ്റാനിയം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കോൾഗേറ്റിൽ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ മനുഷ്യശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? അതാണ് ഓക്സിജൻ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്താണ്? ഏറ്റവും ചെറിയ കണിക എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാന്നുണ്ട്? തന്മാത്രയാണ്. ഇത്രയും ചുണ്ണാമ്പുവെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണിത്? കാൽസ്യം കാർബണേറ്റ് ആണ്. ചുവടെ കൊടുത്തിട്ടുള്ള മൂലകത്തിൽ ധാന്യകത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണത്? ധാന്യകത്തിലും മാംസത്തിലും പൊതുവെ അടങ്ങിയിട്ടുള്ളത് ആരൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം ഉണ്ടല്ലേ. ഹൈഡ്രജനും കാർബണും ഉണ്ട് ധാന്യകത്തിലും മാംസത്തിലും. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജനും ഉണ്ട് അല്ല മാംസത്തിൽ വരുമ്പോൾ അല്ലേ. ഇവിടെ ഹൈഡ്രജനും കാർബണും രണ്ടുപേരും അടങ്ങിയിട്ടുണ്ട്, 1ഉം 2ഉം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. പ്രാഥമിക വർണ്ണമായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞ. തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? കർഷണബലം. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഏറ്റവും അടുത്ത് കാണുന്നത് ബുധനാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? വികിരണം. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 10/1/3 + 60 × ½ എന്ന് പറയുമ്പോൾ എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് എന്ത് പറയാം? 60. 82 ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾ കണക്ക് ആവശ്യമുള്ളവർ ചെയ്ത് പഠിക്കുക. 83 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
49 to 9 divided by 9 ബോർഡ് ബാസ് റൂൾ വെച്ച് അത് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി 52. 3125 100ൻ്റെ സ്ഥാനത്തെ അക്കം എത്രയാണല്ലോ? വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. 1. 12 ആളുകൾ ചേർന്ന് ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി 10 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും? ആൻസർ ഓപ്ഷൻ എ ആണ് 18. 2/100ൻ്റെ പകുതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 2/99. -5 മൈനസ് ബ്രാക്കറ്റിൽ -7 + 2നെ ലഘൂകരിച്ച് കിട്ടുന്ന ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ ആണ് 0. ഒരു സമചതുരത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 8 സെൻറ്റിമീറ്ററും ആയാൽ വിസ്തീർണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 84 സെൻറ്റിമീറ്റർ. 8.02ൻ്റെ പകുതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 4.01. 91 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 92 ആൻസർ ഓപ്ഷൻ ഡി. കണക്ക് ചെയ്ത് ആൻസർ കമ്പയർ ചെയ്യണം. 93 ആൻസർ ഓപ്ഷൻ എ ആണ്. 94 ഓപ്ഷൻ ബി. കാരണം 20 മാർക്ക് നമുക്ക് പ്രിലിംസിനുള്ളത് കൊണ്ട് തന്നെ കണക്ക് ചെയ്ത് നോക്കി ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 95ൻ്റെ ഓപ്ഷൻ എ ആണ്. 700ൻ്റെ 20% എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 8:b 2:3. അതിങ്ങനെ ഇതേപോലെ എഴുതിയാൽ മതി. എയും ബിയും സി എഴുതി ഇതേപോലെ വരച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. 97 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു സംഖ്യ 25%ഉം 35% തമ്മിലുള്ള വ്യത്യാസം 250 ആണെങ്കിൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ചെയ്ത് നോക്കണം. ആൻസർ ഓപ്ഷൻ 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 100ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നന്നായി ചെയ്യുക. അടുത്ത എക്സാമിന് 25-നല്ല അടുത്ത എക്സാമിന് ഒരു 80%, 80യോളം മാർക്ക് വാങ്ങിച്ച് നമുക്ക് പ്രിലിംസ് വരാം. സോ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് 80 അല്ലെങ്കിൽ 80+ ഓരോന്നിനും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 80+ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടിയെന്ന് ഉറപ്പിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.